ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് പോകുന്നത് ഡോക്ടർ സ്റ്റോൺ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിന്റെ സീസൺ 1 അതിലെ 6ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡും പറയുന്നത് പോലെ തന്നെ ഈ എപ്പിസോഡ് എപ്പോൾ 100 ലൈക്സ് ആകുമോ അന്നേരം നെക്സ്റ്റ് എപ്പിസോഡ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ മറക്കാതെ ലൈക്ക് അടിക്കാൻ വേണ്ടി ശ്രമിക്കുക. പറഞ്ഞു മുഷിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ എപ്പിസോഡിന്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. ആണെങ്കിൽ ആവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് വെക്കുകയാണ്. ഇനി ജോലി ചെയ്യാൻ വയ്യ, ഞാൻ ഒരുപാടധികം ടയർഡ്. നോർമലായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ ശക്തിയില്ല, ഒരുപാടധികം തളർത്തുകൊണ്ടിരുന്നത്. എനിക്ക് ലാബ് റിസർച്ച് നടത്താൻ വേണ്ടിയുള്ള ടൈം കിട്ടത്തില്ല. സ്ട്രോങ് ആയിട്ടുള്ള ഒരാളെ വേണം. കിടന്നതിന്റെ തൊട്ടടുത്ത് തന്നെയായിരിക്കും ഇവനും കിടക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തൈജുവിനെ കുഴിച്ചെടുക്കുകയാണ് നമ്മുടെ സേഫ്. നാളിന് ശേഷം കാണുന്നതല്ലേ, എനിക്ക് ചെറുതായിട്ട് ഇമോഷൻ ഒക്കെ വരുന്നുണ്ട്. എന്താണെന്ന് അറിയത്തില്ല. എഴുന്നേക്കാൻ വേണ്ടിയുള്ള സമയം വന്നിരിക്കുകയായിരിക്കും. ഹ്യൂമൻസ് എല്ലാം കല്ലായിട്ട് മാറാൻ വേണ്ടിയുള്ള കാരണം അതെന്തായി കാരണങ്ങളാണുള്ളത്. അതിന്റെ ഫസ്റ്റ് കാരണം ഏലിയൻ ഭൂമിയിലേക്ക് വന്നിട്ട് എല്ലാത്തിനും സ്റ്റോൺ ആക്കി മാറ്റി. റിസർച്ച് നമ്മൾ ഉണ്ടാക്കിയ പെട്രാബീം നമ്മുടെ തന്നെ ദേഹത്ത് കൊണ്ട് അയ്യോ അമ്മച്ചി. വൈറസ്, ഞാനാണ് പെട്രിഫിക്കേഷൻ വൈറസ്. ഞാൻ എല്ലാത്തിനെയും കല്ലാക്കി മാറ്റി. ഏതെങ്കിലും ഒരു കാരണത്താലാണ് മനുഷ്യൻ കല്ലായിട്ട് മാറിയിട്ടുള്ളത്. യൂസ് ചെയ്ത് ഞാൻ എല്ലാ ഹ്യൂമൻസിനെ തിരിച്ചു കൊണ്ടുവന്നിരിക്കും. പോലും നോക്കാത്ത ഒരു പുതിയ വിഷയമാണ് ഞാൻ ഇനി റിസർച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇവരും തമ്മിലുള്ള വ്യത്യാസം എന്തുവാ, എന്തുകൊണ്ടാണ് ഞാൻ ആ കല്ലിൽ നിന്ന് രക്ഷപ്പെട്ടത്, ലൊക്കേഷന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിരുന്നു, പ്യൂരിഫിക്കേഷൻ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി എന്തോ ഒരു റിയാക്ഷൻ നടന്നിട്ടുണ്ട്. എന്റെ പുറകിലത്തെ വശത്തിലാണ് ക്രാക്ക് ആയിട്ടുള്ളത്. അപ്പം ഫസ്റ്റ് റിയാക്ഷൻ നടന്നത് എന്റെ കണ്ണ്, പിന്നെ മുഖം, പിന്നാണ് എന്റെ പുറവശത്തേക്ക് മാറിയത്. ഭൂമിക്കടിയിൽ നിന്നല്ല വന്നത്, മേളിൽ നിന്നാണ്. നമ്മുടെ സേക്കുവാണെങ്കിൽ ഒരു കേവിലേക്ക് കയറി പോകുകയാണ്. ഒരുപാടധികം വവ്വാലൊക്കെ ഉണ്ട്. ആ വീണുകൊണ്ടിരിക്കുന്ന വെള്ളത്തിന്റെ മണം അനുസരിച്ച് നമ്മൾ നൈട്രിക് ആസിഡ് ആണെന്ന് മനസ്സിലാക്കിയാണ് എന്റെ കല്ലുള്ള ഒരു മുടി എടുത്തിട്ട് ആ നൈട്രിക് ആസിഡിന്റെ അവിടെ വെക്കുകയാണ്. യെസ്, അത് വർക്ക് ചെയ്തു. അങ്ങനെ നൈട്രിക് ആസിഡ് കളക്ട് ചെയ്തിട്ട് നമ്മുടെ തൈജുവിന്റെ തലയിലേക്ക് ഒഴിക്കുകയാണ്. വെളിയിലേക്ക് വാ തൈജു, എന്താണ് റിയാക്ഷൻ നടക്കാത്ത എന്ന് നമ്മുടെ സേക്കു ജംഷിയുടെ മേലെ ഒഴിക്കുന്നു. ഒരുപാടധികം മനുഷ്യരുടെ പേര് ആ മിറാക്കിൾ ഫ്ലൂയിഡ് നമ്മുടെ സേക്കു കൊണ്ട് ഒഴിക്കുന്നുണ്ട്. പക്ഷേ റിയാക്ഷൻ ഒന്നും നടക്കുന്നില്ല. ഇത് വർക്ക് ചെയ്യുന്നില്ല. എന്തുകൊണ്ട് ഇത് വർക്ക് ചെയ്യുന്നില്ല? തിങ്ക് സേക്കു 3700 years ആണ് ഞാൻ ബോധത്തോടിരുന്നത്. ഒരു ഡേ വർക്ക് ചെയ്യാൻ 400 calories വേണം. ഇരിക്കുന്ന സമയത്തേക്ക് എനിക്ക് എവിടുന്ന എനർജീസ് കിട്ടിയത്? കണ്ടുപിടിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയമാണിത്. കൂടെ എനർജി ഉണ്ടാകും. നമ്മുടെ ഹീറോ ആണെങ്കിൽ തീക്കത്തിൽ കൊണ്ട് ആ കല്ലെടുത്തിടുന്നുണ്ട്. കല്ലൊക്കെ വെച്ച് ഉരച്ച് ഹീറ്റ് ആക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും വർക്ക് ചെയ്യത്തില്ല. ഈ പെർട്ടിഫിക്കേഷൻ ബ്രേക്ക് ചെയ്യുന്നത് പറയുന്നത് ഒരു ഫാന്റസി പോലെ ആയിരിക്കും. ഞാൻ ഒരിക്കലും ഈ ഇക്വേഷൻ മറക്കാൻ വേണ്ടി പാടില്ല. തൈജുവിന്റെ ബോഡി ആ കേവിന്റെ അതിലേക്ക് കൊണ്ടുവെക്കുകയാണ് നമ്മുടെ സേജു. എനിക്ക് ഉറപ്പാണ് നിന്നെ കൊണ്ട് മാത്രമേ വെളിയിലേക്ക് വരാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. തൈജു വെളിയിലേക്ക് വാ. സമയത്ത് തന്നെ നമ്മുടെ തൈജു സേക്കു വെളിയിലേക്ക് വാ. ഇല്ലാതെ സിവിലൈസേഷൻ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കത്തില്ല. വെളിയിലേക്ക് വാ തൈജു, വെളിയിലേക്ക് വാ എന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും കിടന്ന് കാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തൈജു മ്യൂസൂറിയ ഇരുന്ന സ്ഥലത്തിലെ മഴ അങ്ങ് മാറുകയാണ്. എങ്ങനെയാണ് ഈ മഴ മാറിയെന്ന് പറഞ്ഞിട്ട് അവർ എഴുന്നേറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും നമ്മുടെ പുറകെ വരത്തില്ല. ആരാണ് ആ പറഞ്ഞതെന്ന് പറഞ്ഞ് പുറകിലോട്ട് തിരിഞ്ഞ് നോക്കുന്ന സമയത്ത് അത് വേറെ ആരുമല്ല, അത് നമ്മുടെ സേക്കു ആയിരുന്നു. നീ ജീവനോടുണ്ടോ എന്ന് പറഞ്ഞിട്ട് അവർ സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പുറവശത്തായിട്ട് ഒരു കല്ലുണ്ടെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചു, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 100 million എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തൈജു ആണെങ്കിൽ സേക്കുവിനെ കയറി കെട്ടിപ്പിടിച്ച് കൊല്ലാൻ പോകും. പുറവശത്തെ ബോൺ മുഴുവൻ റെഡി ആയിട്ടില്ല, അത് പൊട്ടിച്ച് നീ വീണ്ടും എന്നെ കൊല്ലാൻ നോക്കുവാണോടാ പട്ടി എന്ന് നമ്മുടെ തൈജുവിനോട് സേക്കു പറയുകയാണ്. ഇമോഷൻസ് ഒക്കെ ഉണ്ട് യൂസൂറിയ എന്ന് നമ്മുടെ സേക്കു പറയുകയാണ്. അറിയാൻ സേക്കു, വെൽക്കം ബാക്ക് എന്ന് നമ്മുടെ യൂസൂറിയ പറയുന്നു. റോക്കറ്റ് ഉണ്ട്, സ്റ്റാർ ഉണ്ട്, ഇതൊരു സയൻസ് ഫ്ലാഗ് പോലെ നമ്മുടെ സേക്കുവിന്റെ കഴുത്തിൽ കൊണ്ട് കെട്ടി വെക്കുകയാണ്. ഫ്രാക്ചർ ഒക്കെ ശരിയായി, എനിക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് നമ്മുടെ സേക്കു പറയുകയാണ്. എല്ലാ ആൾക്കാരുടെ ലൈഫ് നശിപ്പിച്ചെന്ന് പറഞ്ഞ് നോക്കുന്ന സമയത്ത് നിന്റെ ലൈഫ് ആ കല്ലായിട്ട് മാറുന്നത് കൊണ്ടാണ് രക്ഷപ്പെട്ടിരിക്കേഷൻ സ്റ്റോൺ ഉണ്ടല്ലോ, ആ സ്റ്റോൺ ആണ് ഈ സ്റ്റോണേജ് കാലത്തെ ഡോക്ടർ സ്റ്റോൺ ക്രാക്ക് ചെയ്യാതായിട്ട് അത് എവിടെയാണുള്ളത്, അത് ഹീലാകുന്നു. ആ പെട്രിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു അറ്റാക്ക് ആയിരുന്നു എന്നുള്ള കാര്യം സൂര്യാണെങ്കിൽ തല സ്റ്റാച്ചു ആയിട്ട് കിടക്കുന്ന ഒരാളുടെ കൈ മുറിഞ്ഞു പോയത് എടുത്തിട്ട് പോയ സാധനം നിന്റെ ദേഹത്ത് തിരിച്ചു വെച്ചാൽ നീ ഉറപ്പായിട്ട് ജീവനോട് വരത്തില്ല. ആ കാര്യം ഞാൻ നേരത്തെ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ എന്ന് നമ്മുടെ സേക്കു പറയുകയാണ്. സൂര്യ, നിനക്ക് ഞാനൊരു ജോലി തരാം, പക്ഷെ ആ ജോലി ചെയ്യണം. പക്ഷെ ആ ജോലി കുറച്ച് പാടാണ്. പോകുന്ന ഒരു വൃത്തികെട്ട ജോലി തരുമെന്ന് ഞാൻ എന്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരിക്കുകയാണെങ്കിലും ഞാനിത് നിനക്ക് വേണ്ടി ചെയ്തു. ഒരു സീക്രട്ട് പറയുന്ന എന്നോട് കൂടെ പറ, അത് ചെയ്തൊന്നുമില്ല. നമ്മൾ തിരിച്ചു പോയിട്ട് നമ്മൾ സുക്കാട്സയുടെ കൂടെ പോയി ജോയിൻ ചെയ്യണം. അത്രേ ഉള്ളൂ. സുക്കാട്സയോട് പോയി ജോയിൻ ചെയ്താൽ മതിയോ? അതൊക്കെ സിമ്പിൾ കാര്യമില്ല. നിനക്ക് നാണമില്ലടി അത് പറയാൻ നോക്കിയത്. അവൻ ആ സേക്കു ഇപ്പൊ ജീവനുണ്ടെങ്കിലും എന്നിട്ട് എന്നാലും അവൻ നമ്മുടെ ശത്രു, എന്നിട്ട് അവനോട് പോയി ജോയിൻ ചെയ്യാൻ പറയുന്നോട് നിനക്ക് ഭ്രാന്താണ്. നമുക്ക് അഡ്വാൻറ്റേജ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സുക്കാട്സ ഞാനിപ്പോ മരിച്ചെന്നാണ് വിചാരിക്കുന്നത്. സുക്കാട്സയുടെ അടുത്ത് പോയിരുന്നിട്ട് നിങ്ങളൊരു സ്പൈ ആയിട്ട് ഇരുന്നിട്ട് അവൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്നോട് വന്ന് പറയാം. സേക്കു പറയുകയാണ്, ഞാൻ ഉറപ്പായിട്ട് സുക്കാട്സ ചെയ്യുന്ന എല്ലാ പ്ലാനുകളും കണ്ടുപിടിച്ചിട്ട് നിന്നോട് വന്ന് പറഞ്ഞിരിക്കും. പറയുകയാണ് മിറാക്കിൾ ഫ്ലൂയിഡ് റെസിപ്പീസ് അറിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അവനൊരു വലിയ ആർമി തന്നെ ക്രിയേറ്റ് ചെയ്യും. സുക്കാട്സയുടെ പ്ലാൻ ഒക്കെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റിയ അത് നമ്മുടെ ഫൈറ്റിന് ഒരു വലിയ അഡ്വാൻറ്റേജ് തന്നെയായിരുന്നു. നമ്മളല്ലാതെ വേറെ ആൾക്കാരെ കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു. നമ്മുടെ കൂടെ പോയി ജോയിൻ ചെയ്യിപ്പിക്കും. അവരെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ സുക്കാട്സ അവരെ കണ്ടുപിടിച്ച അതൊരു വലിയ പ്രശ്നം തന്നെയായിരിക്കും. വേണ്ടി ആൾക്കാരെ എല്ലാത്തിനെയും നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ ഉറപ്പായിട്ട് കയറ്റിയിരിക്കും. നമ്മൾ തമ്മിൽ പിരിഞ്ഞു പോകുന്ന കാര്യങ്ങളൊക്കെ വളരെയധികം ഈസി ആയിട്ട് തന്നെയാണ് എടുക്കുന്നത്. ഇതിന്റെ അടുത്ത് നിന്ന് നമ്മൾ ഒരു മാസം അല്ല ഒരു വർഷം നമ്മൾ മാറി നിൽക്കണം. സുറിന്റെ അടുത്ത് നിന്ന് ഓടിപ്പോയിട്ട് നമ്മുടെ തൈജു സേക്കു ആയാലും ശരി, അയ്യോ സുക്കാട്സ കേൾക്കാൻ പാടില്ല, ഞാൻ പെതുക്കിയാണ് പറയേണ്ടത്, ഉറപ്പായിട്ടും വിജയിക്കും എന്ന് പറഞ്ഞ ഒരു
സിമ്പിൾ നമ്മുടെ തൈജു സേക്കുവിന് കാണിച്ചു കൊടുക്കുകയാണ്. തന്നെ നമ്മുടെ സേക്കുവിന്റെ ദേഹത്ത് കെട്ടിയിരുന്ന ആ തുണി അഴിച്ച് മാറ്റിയിട്ട് ഒരു കൊടി പോലെ നമ്മുടെ തൈജുവിനെ പൊക്കി കാണിക്കുകയാണ്. ശരി, ഞാൻ കിങ്ഡം ഓഫ് സയൻസ് ക്രിയേറ്റ് ചെയ്ത് 57 മീറ്റർ എന്റെ മുമ്പിൽ റൈറ്റ് സൈഡിലിരിക്കുക. നീ കുറെ നേരമായിട്ട് എന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മുടെ സുക്കാട്സ് പറയുകയാണ്. പെട്ടെന്ന് തന്നെ ഒരു പെണ്ണ് അവിടെ നിന്ന് ഇറങ്ങി വരികയാണ്. ഹെയർ, ബ്ലൂ ഐസ്. തൈജു യൂസറേയും കൂടെ ചേർന്നിട്ടാണോ ഇവളെ റിവൈവ് ചെയ്തത് എന്ന് നമ്മുടെ സുക്കാട്സ് ചിന്തിക്കുകയാണ്. ആ പെണ്ണ് വന്നിട്ട് നമ്മുടെ സുക്കാട്സിനെ വന്ന് ആക്രമിക്കുകയാണ്. വെറുതെ വന്നിട്ട് എന്നെ ആക്രമിക്കുന്നതെന്നൊന്നും അറിയത്തില്ല, പക്ഷെ നിനക്ക് എന്നെ തോപ്പിക്കാൻ സാധിക്കത്തില്ല എന്ന് സുക്കാട്സ് പറയുന്നു. ജെന്റിൽമാനെ കൊല്ലാൻ വേണ്ടി നോക്കി, ആ ജെന്റിൽമാന് വേണ്ടിയാണ് ഞാനിപ്പോൾ നിന്റെ അടുത്ത് ഫൈറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുക്കാട്സിനെ നല്ല രീതിയിൽ തന്നെ ആ പെണ്ണ് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെയധികം സ്ട്രോങ് ആണെന്ന് നമ്മുടെ സുക്കാട്സിക്ക് മനസ്സിലാകുകയാണ്. പെണ്ണിനെ ഹോസ്റ്റേജ് ആയിട്ട് വെച്ചു. എന്നിട്ട് ആ പെണ്ണിനെ രക്ഷിക്കാൻ നോക്കിയ ആ ആളെ നീ ഉപയോഗിച്ചുകൊണ്ട് അവര് നിന്റെ അടുത്തൊന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചായിരുന്നു. അതെല്ലാം ഞാൻ കണ്ടു. പറയുന്നതൊന്നും നീ മൈൻഡ് ചെയ്യുന്നില്ലെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ ആ ജെന്റിൽമാന് വേണ്ടിയാണ് ഫൈറ്റ് ചെയ്യുന്നത്. മന്ത്രത്തിന്റെ കാര്യമാണ് പറയുന്നത് നമ്മുടെ സുക്കാട്സ് ചോദിക്കുന്നു. അന്നേരം തന്നെ അവിടെ ഒരു പൊട്ടിത്തെറി നടന്നില്ലേ, അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. എന്ന് പറഞ്ഞ കോൺസെപ്റ്റിനെ കുറിച്ച് ഇവൾ അറിയത്തില്ല. എനിക്ക് ഉറപ്പായിട്ടും തോന്നുന്നു ഇവൾ വേറെ ഏതൊരു ട്രൈബിൽ ഉള്ളതാണ്. ഇവൾ ഉറപ്പായിട്ടും മോഡേൺ ഏജിൽ നിന്ന് വന്നത് വേറെ ഏതോ ഒരു ട്രൈബിൽ ഉള്ളതാണ് ഉറപ്പായിട്ടും. ഞാൻ മിറാക്കിൾ ഫ്ലൂയിഡ് യൂസ് ചെയ്തിട്ട് ഒരു ആർമിയെ ക്രിയേറ്റ് ചെയ്തിട്ട് ഇവരുടെ ട്രൈബ് മുഴുവനും ഞാൻ എന്റെ കൺട്രോളിലാണ്. നിന്റെ അടുത്ത് ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുക്കാട്സ് ആണെങ്കിൽ ആ പെണ്ണിനെ തെള്ളി വിട്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു മഴ എടുത്തിട്ട് ആ പെണ്ണിനെ മണ്ടക്കോട്ട് വെട്ടിയിടുകയാണ്. മറ്റേ മന്ത്രവാദി ജെന്റിൽമാൻ, നീ ഇപ്പോഴും ജീവനോടുണ്ടോ? വരുന്നത് വെയിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുമോ? ഞാൻ ഗൺ പൗഡർ യൂസ് ചെയ്ത് എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നിന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തി. അത് നിന്റെ ചോയ്സ് ആണ്. ഞാൻ പറയുന്നത് എന്തെങ്കിലും നീ കേൾക്കുന്നുണ്ടോ? സേക്ക് പറയുകയാണ് ഉറപ്പായിട്ടും വൈകുന്നേരമല്ല 2 ദിവസം വരെ ഇവിടെ കിടക്കാൻ വേണ്ടി സാധിക്കും എന്നാ പെണ്ണ് പറയുന്നു. 1 ടൺ വെയിറ്റ് ഉണ്ടായിരിക്കും. 1 കിലോഗ്രാം ഉള്ള ഒരാൾക്ക് മാത്രമേ ഈ മരം പൊക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. 60 kg പോലും 3 ഇരട്ടിയുള്ള ഒരാൾക്ക് മാത്രമേ ഈ മരം പൊക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ക്രിയേറ്റ് ചെയ്തത് എന്തുകൊണ്ട് ഒരു നല്ല കാര്യമായി എല്ലാ സ്ഥലത്തും യൂസ് ആകുന്നുണ്ട്. നമ്മുടെ ഹീറോ ഒരു സാധനം ക്രിയേറ്റ് ചെയ്യുകയാണ്. ക്രിയേറ്റ് ചെയ്യുന്നത് ആ പെണ്ണ് ചോദിക്കുകയാണ്. സാധാരണ സ്കിന്നി ആയിട്ടുള്ള ആൾക്കാർക്കും എന്ത് സാധനം വേണമെങ്കിലും പൊക്കാൻ വേണ്ടി സാധിക്കും. പുള്ളീസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സേക്കു ആണെങ്കിൽ ടണ്ണുള്ള മരത്തിനെ വളരെയധികം ഈസി ആയിട്ട് തന്നെ നമ്മുടെ ഹീറോ അതങ്ങ് പൊക്കുകയാണ്. ആ പെണ്ണ് തന്നെ ഒന്ന് ഞെട്ടിപ്പോകും. ആ പെണ്ണ് അമേസിംഗ് എന്ന് പറയുന്നത്. ഈ പെരുമാറ്റം കണ്ടിട്ട് എനിക്കൊരു കാര്യമാണ് മനസ്സിലായത്. ഒരു പ്രശ്നം വന്നാലും അത് നീ തിങ്ക് ചെയ്ത് അത് സോൾവ് ചെയ്യും. ഇതിനെ ഒരുപാടധികം ഇഷ്ടപ്പെട്ടു എന്ന് ആ പെണ്ണ് പറയുകയാണ്. ഡോക്ടർ സ്റ്റോൺ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിന്റെ സീസൺ 1 അതിലെ 6ാമത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നിങ്ങൾ ഫിസിക്സ് ഒക്കെ പഠിക്കുന്നത് നല്ലതാ. ഫിസിക്സ് മാത്രമല്ല കെമിസ്ട്രി ഒന്ന് പഠിച്ചോ, എന്നാലേ ഈ സീരീസിനകത്തുള്ള മിക്ക സംഭവങ്ങളും നമുക്ക് മനസ്സിലാവത്തുള്ളൂ. പുള്ളീസ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ഫിസിക്സിന്റെ അകത്ത് പഠിക്കാൻ വേണ്ടിയുള്ള സാധനമാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് സയൻസിനെ കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടി എനിക്ക് ഒരുപാടധികം ഇഷ്ടമാണ്. അതുകൊണ്ടാണ് എന്റെ ഫേവറേറ്റ് ആനിമി ലിസ്റ്റിലെ തന്നെ ടോപ്പ് ലിസ്റ്റിൽ തന്നെ ഈ ഡോക്ടർ സ്റ്റോൺ വന്നിരിക്കുന്നത്. ആണെങ്കിലും ഈ വീഡിയോക്ക് നിങ്ങൾ 100 ലൈക്സ് തരിക. അന്നേരം ഞാൻ നെക്സ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ആ കാര്യം നിങ്ങൾ മറക്കരുത്. സോ ലൈക്ക് അടിക്കുക. പിന്നെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ ടു 100K സബ്സ്ക്രൈബേഴ്സ്. 100K സബ്സ്ക്രൈബേഴ്സ് അല്ല 10K. അറിയാതെ പറഞ്ഞു 100K തന്നോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഹാപ്പിയാണ്. അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ.